الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീറാണ്. സൂറത്തുൽ ഫീലിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പല മുഫസ്സിറുകളും ഈ സൂറത്തു ഖുറൈശിന് തൊട്ടുമുമ്പുള്ള സൂറത്തുൽ ഫീലുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അള്ളാഹു കഅബ തകർക്കാൻ വന്ന സൈന്യത്തെ നശിപ്പിച്ചു. എന്നിട്ട് ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നു, ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി. ഈ സൂറത്ത് മക്കിയത്തായ സൂറത്താണ്. ഖുറൈശികൾക്ക് അള്ളാഹു സൗകര്യപ്പെടുത്താൻ വേണ്ടി എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഖുറൈശ്? ഖുറൈശ് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമാണ്, നബിയുടെ വംശപരമ്പരയാണ് ഖുറൈശ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറശിയാണ്, ഹാഷിമിയാണ്. ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം വംശക്കാരനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂൽ ഖുറശിയാണ്, അതുപോലെ ഹാഷിമിയാണ്. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശമാണ് ചുരുക്കി പറഞ്ഞാൽ ഖുറൈശികൾ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് ഖുറൈശികൾ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര. എന്നാൽ ഇബ്രാഹിം നബിയുടെ അടുത്ത മകൻ ഇസ്ഹാഖിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മക്കളാണ് ഇസ്രായേൽ സന്തതികൾ. അപ്പോൾ നോക്കൂ, ഖുറൈശികളുടെ വംശപരമ്പര, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര ആരിൽ ചെന്ന് മുട്ടുന്നു? ഇസ്മായിൽ അലൈഹിസ്സലാമിൽ ചെന്ന് മുട്ടുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ പരമ്പരയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. നബിയുടെ പൂർവ്വപിതാക്കളിൽ 20 പേർ, അദ്നാൻ വരെയുള്ള 20 പേരുടെ കാര്യത്തിൽ നസ്സാബുകൾക്കിടയിൽ, നസ്സാബുകൾ എന്ന് പറഞ്ഞാൽ നസബുകളെക്കുറിച്ച് വലിയ വിജ്ഞാനമുള്ള ആളുകൾ, പണ്ഡിതന്മാർ. നസബ് എന്നാൽ വംശപരമ്പര. അത് ഒരു വിജ്ഞാന ശാഖയാണ്. അത് പഠിക്കുക എന്നത് നല്ല കാര്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, തഅല്ലമുൽ അൻസാബ്, നിങ്ങൾ നസബ് പഠിക്കുക. എന്തുകൊണ്ടാണത്? തസിലൂന ബിഹിൽ അർഹാം, അത് മുഖേന നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കാൻ സാധിക്കും, കുടുംബത്തെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും നസബുകളെക്കുറിച്ച് നല്ല വിജ്ഞാനമുള്ള ആളുകളിൽപ്പെട്ടവരായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച്, നസബിനെക്കുറിച്ച് വലിയ വിജ്ഞാനം അവർക്ക് ഉണ്ടായിരുന്നതായി ഇമാം ദഹബിയുടെ സിയറു അലാമിൻ നുബല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ നോക്കൂ, നസബ് പഠിക്കുക എന്നത് അത് നല്ല കാര്യമാണ്. ഇന്നും അറബികൾ പലരും അത് പഠിക്കാറുണ്ട്. അത് അവർ നല്ല നസബുള്ള ആളുകൾ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ് 20 പൂർവ്വപിതാക്കന്മാർ
വരെയുള്ള അദ്നാൻ വരെ 20 പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ നസാബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. 20 പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ. അതിൽ 20ാമത്തെ ആൾ അദ്നാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ്. അതിനും യാതൊരു തർക്കമില്ല. അതിൽ 20ാമത്തെ ആളായ അദ്നാൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് എന്നതിലും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പരമ്പര വളരെ അറിയപ്പെട്ടതും ചരിത്രത്തിൻ്റെയും ഹദീസിൻ്റെയും കിതാബുകളിലൊക്കെ വളരെ അധികം തവണ വന്നതുമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹിർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാന ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രിക ഇബ്നു ഇല്യാസ് ഇബ്നു മുദർ ഇബ്നു നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. 21ാമത്തെ പിതാവാണ് അദ്നാൻ. അദ്നാൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇതിൽ 11ാമത്തെ ആൾ ആണ് ഫിഹിർ. 11ാമത്തെ ആളാണ് ഫിഹിർ. 11ാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അപ്പുറത്തും ഇപ്പുറത്തും 10 പേർ, അപ്പുറത്തും ഇപ്പുറത്തും 10 പേർ. ഈ 21ൽ 10 പേർ അപ്പുറത്തും ഇപ്പുറത്തും. ഈ ഫിഹിറിൻ്റെ വേറെ ഒരു പേരാണ് ഖുറൈഷ് എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. ഫിഹിറാണ് ഖുറൈഷ് എന്ന് ഒരു അഭിപ്രായം ഉണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് ഖുറൈശുകൾ എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്നതിൽ വേറെയും അഭിപ്രായങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജ്ദാദുകളുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ ഇവരാണ് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും നസാബുകൾക്കിടയിലില്ല. എന്നാൽ അതിനു മുകളിൽ ഇസ്മായിൽ നബി വരെ എത്തുന്ന പിതൃപരമ്പര വേറെയും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ പറയുന്ന പേരുകൾ അതുപോലെ തന്നെയാണോ എന്നതിൽ. നോക്കൂ, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ പരമ്പരയാണ്. കുടുംബ പരമ്പരകൾ അങ്ങനെ ശ്രേഷ്ഠമായതുണ്ട്. നസബ് അതിന് ശ്രേഷ്ഠതയുണ്ടാകും പല കാരണങ്ങളാൽ ശ്രേഷ്ഠമായ തറവാടും വംശപാരമ്പര്യവും ചില ആളുകൾക്ക് ഉണ്ടാകും. അത് ദീനിൽ നിഷേധിക്കപ്പെട്ട ഒരു കാര്യമല്ല. മനസ്സിലായില്ല? അതിനർത്ഥം ഈ പറയപ്പെട്ടവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്നല്ല. മറിച്ച് വംശപരമ്പര ചിലത് ശ്രേഷ്ഠമായിരിക്കും, മുന്തിയതായിരിക്കും. ഏതുപോലെ അള്ളാഹു ജനങ്ങളെ ചിലർക്ക് ചിലരെക്കാൾ സമ്പത്ത് നൽകിയിട്ടുണ്ട്, ചിലരെക്കാൾ കൂടുതൽ സൗന്ദര്യം നൽകിയിട്ടുണ്ട് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, ഒരു പെണ്ണ് 4 കാര്യങ്ങളുടെ പേരിൽ വിവാഹം ചെയ്യപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. അവളുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, തറവാടിത്തത്തിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ, ദീനുള്ളവളെ നീ തിരഞ്ഞെടുത്തുകൊള്ളുക, ദീനുള്ളവളെ നീ നേടിയെടുത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം, ചില സ്ത്രീകൾ ചിലരെക്കാൾ ഭംഗിയുള്ളവരാണ്. ആർക്കാണ് അതിൽ ഒരു തർക്കവുമില്ല. ചിലരെക്കാൾ പണമുണ്ടാകും. ആർക്കാണ് അതിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് കുടുംബ പരമ്പരയും. ചിലരെക്കാൾ നല്ല വംശപരമ്പരയുള്ള ആളുകളായിരിക്കും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വംശപരമ്പര. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം. വാസിലത്ത് ഇബ്നുൽ അസ്ഖ അൽ-ലൈഥി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ. അള്ളാഹു ഇസ്മായിൽ സന്താന പരമ്പരയിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ നസബിലുള്ള ഒരാളാണ് ആര്? കിനാന. വസ്തഫ ഖുറൈശം മിൻ കിനാന, കിനാനയിൽ നിന്ന് അള്ളാഹു ഖുറൈശിനെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശിൽ നിന്ന് അള്ളാഹു ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ബനു ഹാഷിം നബിയുടെ പൂർവ്വപിതാക്കളിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ഇബ്ൻ ഹാഷിം ഇബ്ൻ അബ്ദി മനാഫ്. അപ്പോൾ നോക്കൂ, അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിം, ആ ഹാഷിമിൻ്റെ കുടുംബ പരമ്പരയെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിമിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിമിയാണ്.
അബ്ദുമനാഫിന് വേറെയും മക്കളുണ്ട്. അബ്ദുമനാഫിന് വേറെയും മക്കളുണ്ട് എന്നാണ്, 4 മക്കളുണ്ട് എന്നാണ്. ഹാഷിം, അതുപോലെ മുത്തലിബ്, നൗഫൽ, അബ്ദുഷംസ്, ഇങ്ങനെ 4 മക്കൾ അബ്ദുമനാഫിന് ഉണ്ടായിരുന്നു എന്നാണ്. ഹാഷിം, മുത്തലിബ്, നൗഫൽ, അബ്ദുഷംസ് എന്നിങ്ങനെ 4 മക്കൾ. ഇതിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. വസ്തഫാനി മിൻ ബനി ഹാഷിം, അള്ളാഹു ബനു ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു ഇസ്മായിൽ സന്താന പരമ്പരയിൽ നിന്ന് കിനാനയിൽ നിന്ന് ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് അഷ്റഫു നസബ്, ഏറ്റവും ശ്രേഷ്ഠമായ നസബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. ഇതിലൂടെ നമുക്ക് അറബികളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. അറബികൾക്ക് ഈ പറഞ്ഞതൊക്കെ ആരാണ്? അറബികളാണ്. അപ്പം അറബികളുടെ ശ്രേഷ്ഠത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അറബികളെ ഒരു വംശം എന്ന നിലക്ക് കളിയാക്കുക, പരിഹസിക്കുക, കൊച്ചാക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് യോജിച്ച കാര്യമല്ല. എന്നാൽ ചില ആളുകൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ മറ്റു പല ചിന്താഗതികളാലും സ്വാധീനിക്കപ്പെട്ട് അറബികളെ മൊത്തത്തിൽ പരിഹസിക്കുക, അറബികളെ ഒന്നാകെ മോശക്കാരാക്കുക എന്നത് ഒരു തെറ്റല്ലാത്ത കാര്യമായി കാണുന്നത് കാണാം. യഥാർത്ഥത്തിൽ അറബികളോടുള്ള ശത്രുതയ്ക്ക് അറിയപ്പെട്ടത് മറ്റു പലരുമാണ്. റാഫിദികൾ, കാരണം അവരുടെ മുൻഗാമികൾ പേർഷ്യക്കാരാണ്, അഗ്നി ആരാധകരാണ്. അവർക്ക് പൊതുവെ അറബികളോടുള്ള പക അവരുടെ ഒരു അടയാളമായി അവർ കൊണ്ടു നടക്കുന്നത് കാണാം. അവരുടെ അറബികളെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവരുടെ തെറ്റുകൾ വലുതാക്കുക, അവരെ ഒന്നിനും കൊള്ളാത്തവരെ, ബുദ്ധിയില്ലാത്തവരായി ചിത്രീകരിക്കുക. യഥാർത്ഥത്തിൽ ഈ വസ്തുക്കളൊക്കെ നേരെ തിരിച്ചാണ് പലപ്പോഴും ബാധകമാകുക എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ഇതിനർത്ഥം എന്തല്ല, ഒരാൾ അറബിയായാൽ അതോടവൻ പരലോകത്ത് രക്ഷപ്പെട്ടു എന്നല്ല, ഒരിക്കലുമല്ല. ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്കും അനറബിക്കും മേൽ ശ്രേഷ്ഠതയില്ല ഇല്ല ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഒരാൾ തഖ്വ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് മുന്നേറിയാൽ അത്ര തഖ്വ ഇല്ലാത്ത അറബിയേക്കാൾ അള്ളാഹുവിൽ അവൻ ശ്രേഷ്ഠനാണ്, സംശയമില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നഹു അലീമുൻ ഖബീർ. മനുഷ്യരെ, അള്ളാഹു നിങ്ങളെ പല ഗോത്രങ്ങളും വംശങ്ങളുമാക്കിയിരിക്കുന്നു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അള്ളാഹുവിൽ ഏറ്റവും ഇക്രാമിന് ആദരവിന് അർഹൻ അത്ഖാക്കും, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവനാണ്. ഇന്നല്ലാഹു അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ആരുടേതാണ് തഖ്വ മുന്തി നിൽക്കുന്നത് റബ്ബിനറിയാം. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ വംശപരമ്പരയിൽപ്പെട്ട ആൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുതയ്ക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. അതേ ഗോത്രം, അതേ വംശം. സുബ്ഹാനല്ലാഹ്. ആരാണത്? അബൂലഹബ് ഖുറശിയാണ്, ഹാഷിമിയാണ്. അബൂലഹബ് ഖുറശിയാണ്, ഖുറൈശ് ഗോത്രക്കാരനാണ്, ഹാഷിമി കൂടിയാണ്, നബിയുടെ സ്വന്തം പിതാവിൻ്റെ സഹോദരനാണ്. അബ്ദുള്ളയുടെ സഹോദരനാണ് ആര്? അബൂലഹബ്. ബനു ഹാഷിം പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ബനു ഹാഷിം പൊതുവെ നബിയോട് കൂറ് പുലർത്തുകയും അവരിലെ മുശ്രിക്കുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊതുവെ നബിയെ ദ്രോഹിക്കാൻ മെനക്കാടാതിരിക്കുകയും ചെയ്തവരായിരുന്നു ബനു ഹാഷിം. നബിയോട് ആ കൂറ് അവർ കാണിച്ചിരുന്നു. ആരൊഴികെ? അബൂലഹബ് ഒഴികെ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മക്കക്കാർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഹാഷിമികൾക്കൊന്നാകെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ താലിബും അതുപോലെ ബനു ഹാഷിം അവരിലെ മുസ്ലിമീങ്ങളെയും കാഫിറുകളെയും മക്ക മുശ്രിക്കുകൾ ഉപരോധിച്ചിരുന്നു. അവരുടെ കുട്ടികൾ വരെ, അവരുടെ കുട്ടികളുടെ വിശന്നിട്ടുള്ള കരച്ചിൽ കാബയിൽ കേൾക്കുമാറ് അവർ ഒരു
ഷഅബ് അബി താലിബിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ വന്നിരുന്നു. ഭ്രഷ്ട് കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ വേണ്ടി. ആരെ? മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളെയും അടക്കം. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നബിയുടെ അടുത്ത കുടുംബമാണ് എന്നതിനാൽ. ആരൊഴികെ? അബൂലഹബ് ഒഴികെ. അബൂലഹബ് ഒഴികെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതുപോലെ ദ്രോഹം വരുത്തി വെച്ച മറ്റൊരാളില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ശത്രുക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേരെടുത്തു പറഞ്ഞത് ഈ ശത്രുവിൻ്റേതാണ്. അതാകട്ടെ നബിയുടെ സ്വന്തം പിതൃ സഹോദരനാണ് അബൂലഹബ്. അബൂലഹബ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രബോധനം തുടങ്ങിയതിനു ശേഷം നബിയുടെ പിതൃ സഹോദരന്മാരിൽ ജീവിച്ചിരുന്നത് 4 പേരാണ്. നബിയായതിനു ശേഷം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബിയുടെ പിതൃ സഹോദരന്മാർ അഅ്മാം അവരിൽ ജീവിച്ചിരുന്നത് 4 പേരാണ്. അബ്ദുൽ മുത്തലിബിന് കുറേ മക്കളുണ്ടായിരുന്നു. ഈ 4 പേരല്ലാത്ത വേറെയും മക്കളുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിന് ശേഷവും ജീവിച്ചത് 4 പേരാണ്. ഒന്ന് അബൂലഹബ്, 2 അബൂ താലിബ്, ഹംസ, അബ്ബാസ്. 2 പേർ മുസ്ലിമീങ്ങൾ, 2 പേർ കാഫറുകൾ. 2 പേർ ശ്രേഷ്ഠരായ സഹാബിമാർ, ബാക്കി 2 പേർ മുശ്രിക്കുകൾ. അതിൽ ഒരാളാകട്ടെ അള്ളാഹു ഖുർആനിൽ ശപിച്ചു പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ ആ ആയത്ത് ഓതി സൂറത്ത് ഓതി പുണ്യം നേടുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. മറ്റൊരാളാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ജീവിതകാലത്ത് ആവോളം സഹായിച്ച, നബിക്ക് സംരക്ഷണം ഒരുക്കിയ ആൾ ആരാണ്? അബൂ താലിബ്. പക്ഷെ മുസ്ലിമായില്ല. നോക്കൂ സുബ്ഹാനല്ലാഹ്, ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവൻ്റെ വിധി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നമ്മുടെ ചിന്തകൾക്കോ തീരുമാനങ്ങൾക്കോ അടുത്ത് നിൽക്കുന്നതല്ല. അബൂ താലിബ് ആരാണ്? അബൂ താലിബ് പറഞ്ഞു, ഇതാ മുഹമ്മദിനെ ഞാൻ മരിച്ച് ഖബറിലേക്ക് വെച്ചാലല്ല നിങ്ങൾക്ക് മുഹമ്മദിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂ താലിബിൻ്റെ അരികിൽ ഒരിക്കൽ മുശ്രിക്കുകളിൽ ചിലർ വന്നു. പലതവണ അവരിത് അബൂ താലിബിനോട് ആവശ്യപ്പെട്ടു എന്നാണ്. മുഹമ്മദിനെ നിങ്ങളിങ്ങനെ സംരക്ഷിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് വിട്ടുതരണം എന്നിങ്ങനെ പറഞ്ഞു. ഒരിക്കൽ അവർ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വളർത്താൻ, നിങ്ങളെ മകനെ പോലെ നോക്കാൻ ഞങ്ങൾ ഒരാളെ തരാം, മുഹമ്മദിനെ ഇങ്ങ് വിട്ടുതരണം. അബൂ താലിബ് പറഞ്ഞു, വലിയ ആശ്ചര്യം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. എൻ്റെ മകനെ ഞാൻ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരണം, എന്നിട്ട് നിങ്ങളെ മകനെ ഞാൻ വാങ്ങി പോറ്റു വളർത്തും വേണം. വല്ലാത്ത അത്ഭുതമാണല്ലോ നിങ്ങളുടെ ഈ ആവശ്യമെന്ന് അബൂ താലിബ് അങ്ങോട്ട് അവരോട് പറഞ്ഞു എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സഹായിച്ചു. അതുകൊണ്ടാണ് അബൂ താലിബിൻ്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹോദരനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അബൂ താലിബിന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പരലോകത്തുണ്ടാകുമോ? നിങ്ങളെ സഹായിച്ചിരുന്ന, സംരക്ഷിച്ചിരുന്ന ആളായിരുന്നല്ലോ. സഹോദരനെക്കുറിച്ച് പിൽക്കാലത്ത് ആര് ചോദിച്ചു? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല അബൂ താലിബിനെ നരകത്തിൻ്റെ ദഹ്ലാഹിലാക്കിയിരിക്കുന്നു. അഥവാ അബൂ താലിബിൻ്റെ കാലുകൾ മാത്രമാണ് നരകത്തിൽ. ഞാനില്ലായിരുന്നുവെങ്കിൽ ലക്കാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിത്തട്ടിലായനെ. ആര്? അബൂ താലിബ്. സാധാരണ ഒരു മുശ്രിക്കായി മരിച്ച ഒരാൾക്ക് പരലോകത്ത് ഒരു ശുപാർശയും പ്രയോജനപ്പെടുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, വലാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല. എന്നാൽ ഇതിൽ ഒരാൾ മാത്രം ഒഴിവാണ്. ആരാണത്? അബൂ താലിബ്. അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാൽ നരകശിക്ഷയിൽ ഇളവ് ലഭിച്ചു. എന്താണ് ഇളവ്? അത് നരകത്തിൽ അടിത്തട്ടിലാകേണ്ടിയിരുന്നു, പക്ഷേ നരകത്തിൻ്റെ മുകളിലാണ്, ശാശ്വതനായി. കാലുകൾ ആണ് നരകത്തിൽ, കാലിനടിയിൽ തീക്കനലുകൾ വെക്കപ്പെടും. അത് മുഖേന തലച്ചോറ് തിളച്ചു മറിയും. ആൾ വിചാരിക്കും എനിക്കാണ് നരകത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. പക്ഷേ ഈ ഇളവ് ലഭിച്ചത് അബൂ താലിബിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു സഹായം സഹായിച്ചതിനാൽ. അതല്ല എങ്കിൽ ഒരു മുശ്രിക്കിനും ഇഹലോകത്തെ അമലുകൾ ഷിർക്കിലായി മരിച്ചാൽ പ്രയോജനപ്പെടുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. അള്ളാഹു ഈമാനോടെ നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക്
സൗകര്യപ്പെടുത്താനായി റഹ്ലത ഷിതാഇ വസ്സൈഫ്, ഷിതാഇൻ്റെയും സൈഫിൻ്റെയും യാത്രകൾ, ഷിതാഇൻ്റെയും സൈഫിൻ്റെയും യാത്രകൾ. ഷിത എന്നാൽ എന്താണ്? ഷിത എന്നാൽ ശൈത്യകാലം, തണുപ്പുകാലം. സൈഫോ ഉഷ്ണകാലം, ചൂടുകാലം. ഈ രണ്ട് കാലത്തെയും അവരുടെ യാത്രകൾ അള്ളാഹു സൗകര്യപ്പെടുത്താൻ. അവർ ശൈത്യകാലത്ത്, തണുപ്പുകാലത്ത് യമനിലേക്ക് കച്ചവടത്തിന് പോകുമായിരുന്നു. കാരണം യമൻ പൊതുവെ ഒരു ഉഷ്ണ അന്തരീക്ഷമുള്ള രാജ്യമാണ്, ചൂടാണ്. ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് അവരെങ്ങോട്ടേക്ക് പോകും? ഷാമിലേക്ക് പോകും കച്ചവടത്തിന്. ഷാം പൊതുവെ തണുപ്പിനറിയപ്പെട്ട നാടാണ്. ഈ രണ്ട് ഭാഗത്തേക്ക് അവർ കച്ചവടത്തിന് പോകുമായിരുന്നു. യമനിൽ കൃഷി വിഭവങ്ങളായിരുന്നു, ധാന്യങ്ങളും മറ്റുമായിരുന്നു കച്ചവടം. ഷാമിൽ പഴങ്ങളായിരുന്നു എന്നാണ്. ഷാമിൽ പഴങ്ങളായിരുന്നു, പലവർഗ്ഗങ്ങളായ പഴങ്ങളായിരുന്നു. അങ്ങനെ ഈ കച്ചവടത്തിൽ അവർ പോകുമ്പോൾ അവരെ നമ്മൾ സൂറത്തുൽ ഫീലിൻ്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ വഴിക്കൊള്ളക്കാരോ മറ്റോ ഒന്നും ദ്രോഹിച്ചിരുന്നില്ല. ഖുദ്ദാമുൽ കഅബ, കഅബയുടെ ഖാദിമുകളാണ് എന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകം ഒരു സ്ഥാനം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് യാത്രയിലാണ് എങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോഴോ അവിടെയും നിർഭയത്വമാണ്. എന്ത് കാരണത്താൽ? കാരണം അവർ നിൽക്കുന്നത് ബിലാദുൽ ഹറമിലാണ്, നിർഭയത്വത്തിൻ്റെ നാട്ടിലാണ്. അള്ളാഹു ഖുർആനിൽ അതും സൂചിപ്പിച്ചിട്ടുണ്ട്. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന വയുതഖത്തഫു الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون. സൂറത്തുർ റൂമിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവർ കാണുന്നില്ലേ അവർക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറം ഏർപ്പെടുത്തി കൊടുത്തു എന്ന്. അതിൻ്റെ ചുറ്റും നിന്ന് ആളുകൾ അത് റാഞ്ചിയെടുക്കപ്പെടുന്നു. എന്നിട്ട് ബാത്തിലിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവർ തള്ളിക്കളയുകയുമാണോ? അപ്പോൾ ഹദറിൽ അഥവാ യാത്ര പോകാത്തപ്പോഴും നിർഭയത്വം, യാത്ര പോകുമ്പോഴും നിർഭയത്വം. ഇത് രണ്ടും അള്ളാഹു ഖുറൈശികൾക്ക് നൽകി. അത് അള്ളാഹു എടുത്തു പറയുകയാണ്. لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. അതുകൊണ്ട് ഈ ബൈത്തിൻ്റെ, ഈ കഅബാലയത്തിൻ്റെ റബ്ബിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവനെ മാത്രം ആരാധിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇത്രയും അനുഗ്രഹം ലഭിച്ച മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലാണോ നിയോഗിക്കപ്പെട്ടത്, ആ അനുഗ്രഹം ലഭിച്ച ആളുകൾ എന്നിട്ട് ആ അനുഗ്രഹത്തെ തള്ളിക്കളയുക എന്നത് എത്ര വലിയ നന്ദികേടാണ്, എത്ര വലിയ നന്ദികേടാണ്. അതുകൊണ്ടാണ് നോക്കൂ, ആ നന്ദികേട് കാണിച്ചവരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞു, അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റാ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹ വബിഅ്സൽ ഖറാർ. ഈ ആയത്തുകൾ ഖുറൈശികളെ കുറിച്ച് ഇറങ്ങിയതാണ് എന്നാണ്. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ കുഫ്റാക്കി മാറ്റി മറിച്ചവർ. വഹല്ലു ഖൗമഹും ദാറൽ ബവാർ, തങ്ങളുടെ ജനതയ്ക്ക് നാശത്തിൻ്റെ ആ ഭവനം, നാശത്തിൻ്റെ ഇടം, നരകം, അതിലേക്ക് തങ്ങളുടെ ജനതയെ ചാടിച്ചവർ. ജഹന്നമ യസ്ലൗനഹ വബിഅ്സൽ ഖറാർ, ജഹന്നമാകുന്ന അവർ കിടന്നെരിയുന്ന നരകം, അതെത്ര മോശമായ സങ്കേതം. നോക്കുക, നിഅമത്ത് മുന്നിൽ കിട്ടിയിട്ട് അത് തള്ളിക്കളയുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. അള്ളാഹുവിൻ്റെ ദീൻ നിനക്ക് പറഞ്ഞു തരാൻ ആളുകളുണ്ടായി. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട നിഅമത്താണത്. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തും ഒരാൾ പഠിപ്പിച്ചു തരുന്നു, തൗഹീദ് പറഞ്ഞു തരുന്നു, സുന്നത്ത് പറഞ്ഞു. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ട നിഅമത്താണത്. ധാരായാലും നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണത്. വളരെ അധികം മനസ്സിലാക്കേണ്ട, മനസ്സിരുത്തേണ്ട കാര്യമാണ്. ചെറിയ നിഅമത്തല്ല. ആളുകൾക്ക് അതിൻ്റെ വില അറിയില്ല. ആളുകൾ പലപ്പോഴും അതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല. ജനങ്ങൾക്ക് പലർക്കും തിന്നാനും കുടിക്കാൻ കിട്ടിയാൽ മതി എന്നാണ്. അതാണ് വലുത്. അതിന് ഭംഗം വരുന്നില്ല, അതിന് കേടൊന്നും പറ്റുന്നില്ല, അവന് യാതൊരു തകരാറും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ദീൻ പിച്ച് ചീന്തപ്പെടുകയോ ദീനിനെതിരിൽ ഉള്ള തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത് കേട്ടാൽ, അറിഞ്ഞാൽ അവനൊരു ചൂടുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ വളരെ മോശക്കാരാണ്. ഷിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു, ബിദ്അത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു, ദീനിനെതിരായ ബാത്തുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് കേട്ടാൽ, അറിഞ്ഞാൽ നമുക്ക് പൊള്ളണം, നമുക്ക് വേദനിക്കണം, നമുക്ക് പ്രയാസമുണ്ടാകണം. അതിനോടൊക്കെ ഒരു നിസാരഭാവം, ഒരു നിസ്സംഗതയാണ് ഒരാൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ ഈമാനിന് കാര്യമായ തകരാറുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ദീൻ അത് ആണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തിന്മകളിൽ ആണ്ട് കിടക്കുന്നവരെക്കാൾ മോശക്കാരാണ് ആര്? അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച്
പറയപ്പെട്ടാൽ, അതിനെക്കുറിച്ച് മോശമായി പറയപ്പെട്ടാൽ ഒരിക്കൽ പോലും മുഖം ചുവക്കാത്തവർ, ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ രോഷം കൊള്ളാത്തവർ, അവർ തിന്മകളിൽ ആണ്ട് കിടക്കുന്നവരെക്കാൾ മോശക്കാരാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ നിഅമത്താണ് ദീൻ പഠിപ്പിച്ചു തരാൻ ഒരാൾ ഒരു കൂട്ടരിലുണ്ടാവുക എന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലിനെ ഇവരിലേക്ക് നിയോഗിച്ചു. എന്നിട്ട് അവർ നന്ദികേട് കാണിച്ചു. അള്ളാഹു പറയണം, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലദി അത്അമഹും, ഏതൊരു റബ്ബാണോ അവർക്ക് ഭക്ഷണം ഏകിയത്, മിൻ ജൂ', വിശപ്പ് ആയിരുന്നു അവരുടെ നേരത്തെയുള്ള സ്ഥിതി, അതിൽ നിന്ന് അള്ളാഹു അവർക്ക് മോചനം നൽകി, ഭക്ഷണം നൽകി. വആമനഹും, അവർക്ക് അള്ളാഹു നിർഭയത്വം നൽകി, മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന്. ഇത് രണ്ടും വലിയ വലിയ അനുഗ്രഹമാണ്, വളരെ വലിയ അനുഗ്രഹമാണ്. ഒന്ന് നിർഭയത്വം, മറ്റൊന്ന് ഭക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു അവർക്ക് യാത്ര സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള യാത്രയാണ്? ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ ഉള്ള യാത്ര. ഇതുപോലുള്ള റോഡുകളാണോ? അല്ല. പിന്നെയുള്ളത് കപ്പലുകളാണ്. ഏത് തരം കപ്പലുകൾ? യാ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയുമോ, ചരിത്രത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ കപ്പലിൽ, പഴയ കപ്പലിൽ ആളുകൾ ചെയ്തിരുന്ന യാത്രയെക്കുറിച്ച് കാണാം. അതായത് അവരുടെ നാട്ടിലേക്ക് അവർ കപ്പലിൽ പുറപ്പെട്ടു. മാസങ്ങൾ കപ്പലിലെ കാറ്റ്, കടലിലെ കാറ്റ് അവരുടെ കപ്പലിനെ വഴിതിരിച്ചു വിട്ടു. മാസങ്ങൾ. അങ്ങനെ മാസങ്ങളോളം കടലിൽ അലഞ്ഞ് ഒടുവിൽ അവരവരുടെ നാട്ടിൻ്റെ കര കാണുന്ന അകലത്തിൽ കടലിലെത്തി. വേറൊരു കാറ്റ് വന്നു. എന്നിട്ട് അടുത്ത ഭൂഖണ്ഡത്തിൽ എത്രയോ ദൂരെയുള്ള മറ്റൊരു കരയിലേക്ക് അവരുടെ കപ്പലിനെ കൊണ്ടുചെന്നാക്കിയെന്നാണ്. ഇങ്ങനെയുള്ള കഥകൾ, നടന്ന സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള കാലത്ത്, ഇത്ര യാത്രാ സൗകര്യങ്ങളുള്ള കാലത്ത് അള്ളാഹു യാത്ര നിർഭയത്വമുള്ളതാക്കിയതിനെ കുറിച്ചാണ് അള്ളാഹു അനുഗ്രഹമായി ഈ സൂറത്തിൽ എടുത്തു പറയുന്നത്. നന്ദി കാണിക്കാൻ. എങ്കിൽ ഇക്കാലത്ത് സുബ്ഹാനല്ലാഹ്, ഇത്രയും യാത്ര എളുപ്പമായ കാലത്ത് ആ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടെങ്കിലുമുണ്ടോ? ചിന്തിച്ചിട്ടെങ്കിലുമുണ്ടോ? അതാലോചിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്ര എളുപ്പത്തിലാണ്. പഴയ കാലത്ത് മാസങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്ത് ഇന്ന് കേവലം ഒരു ദിവസത്തിൻ്റെ കേവല ഭാഗം കൊണ്ട് എത്താൻ സാധിക്കുന്നത്. അതൊരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കയറിയാൽ കയറിയതുപോലെ ഇറങ്ങാൻ സാധിക്കുന്ന അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ഏകിയിരിക്കുന്നു. അതുകൊണ്ട് അതിന് നന്ദി കാണിക്കണം. വാഹനം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന വഴികൾ, റോഡുകൾ, നിർഭയത്വമുള്ള പാതകൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. അത് ആദ്യ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? ചില വിവരമില്ലാത്ത ആളുകൾ അതൊക്കെ ആരൊക്കെയോ അതുണ്ടാക്കി എന്നതിന് അവരിലേക്ക് ചേർത്തി പറയുന്നത് കാണാം. അതിൻ്റെ 10 മടങ്ങ് കട്ടുമുടിച്ചിട്ടായിരിക്കും പലതും ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്നല്ല, നാട്ടുകാരുടെ പൈസ ആയിരിക്കും. നിനക്കത് സൗകര്യപ്പെട്ടാൽ, നാട്ടിൽ അങ്ങനെ സൗകര്യമുണ്ടായാൽ ആദ്യം ആരെ സ്തുതിക്കുക? റബ്ബിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, റബ്ബിൻ്റെ നിഅമത്താണ്, അവനെ സ്തുതിക്കുക. അതുപോലെ നോക്കൂ, നിർഭയത്വം എന്ന അനുഗ്രഹം, വിശപ്പില്ല എന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന അനുഗ്രഹമാണ്. കാരണം അതിൽ പലപ്പോഴും നമുക്ക് ഭംഗം നേരിടാറില്ല. അള്ളാഹു നിഅമത്തുകൾ നിലനിർത്തി നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആകൾ കേട്ടിട്ടില്ലേ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ, റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനൽ സമറാത്ത്. അള്ളാഹു ഈ നാട്ടുകാർക്ക് കായ്കനികൾ റിസ്ഖായി കൊടുക്കണേ എന്ന് ദുആ ചെയ്തതിനേക്കാൾ മുൻപ് എന്ത് ദുആ ചെയ്തു? ഈ നാട്ടിൽ നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് ദുആ ചെയ്തു. നിർഭയത്വമാണ് തിന്നാനും കുടിക്കാനും ലഭിക്കുക എന്ന അനുഗ്രഹത്തെക്കാൾ വലുത്. കാരണം നിർഭയത്വം ഇല്ല എങ്കിൽ, നീ പേടിച്ചിട്ടാണ് കഴിയുന്നത് എങ്കിൽ ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങൂല. നിൻ്റെ ഇണകളുമായോ കുട്ടികളുമായോ സന്തോഷത്തോടെ ഇരിക്കാൻ, അവരുമായി കളിചിരികൾ പങ്കിടാൻ കഴിയില്ല. പുറത്തു ബോംബ് വന്ന് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, വെടിയൊച്ചകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരിക്കും? എന്ത് ജീവിതമായിരിക്കും? അവനവൻ്റെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ പിടിച്ച് ഇങ്ങനെ കഴിയേണ്ടി വരിക എന്നത് സുബ്ഹാനല്ലാഹ്, അത് നിർഭയത്വത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ടാണ് നിർഭയത്വം നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും
നീ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹമല അലൈന സിലാഹ് ഫലൈസ മിന്ന, നമുക്ക് നേരെ ആയുധമെടുത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. കാരണം ആയുധം എടുത്തവൻ നിർഭയത്വത്തിന് നേരെയാണ് അത് ചൂണ്ടുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മക്കയിലേക്ക് അള്ളാഹു പ്രവേശനം നൽകും എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ, നിർഭയത്വത്തോടെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടേക്ക് കയറും. നിർഭയത്വത്തോടെ. സബ എന്ന് പറയുന്ന പഴയ കാലത്ത് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു നാടുണ്ടായിരുന്നു. അള്ളാഹു ആ നാട്ടുകാരോട് പറഞ്ഞു, സീറു ഫീഹാ ലയാലി വ അയ്യാമൻ ആമിനീൻ, നിർഭയത്വത്തോടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ. നിർഭയത്വം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. അതുപോലെ നോക്കൂ, വിശപ്പടക്കാൻ ഭക്ഷണം ഉണ്ട് എന്നത്, അത് എന്ത് ഭക്ഷണമാണെങ്കിലും വിശപ്പടങ്ങുന്നുണ്ടോ, ആരോഗ്യത്തിന് കേടില്ലേ, അള്ളാഹുവിന് വലിയ സ്തുതികൾ അർപ്പിക്കേണ്ട കാര്യമാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുക, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, യുദ്ധങ്ങൾക്കിടയിൽ കഴിയുന്ന ഫലസ്തീനിലും ഗസയിലും മറ്റുമുള്ള സഹോദരങ്ങൾ. നോക്കൂ നിങ്ങൾ, അള്ളാഹു പാറയേക്കാൾ ഹൃദയം കടുത്തുറച്ചവർ എന്ന് പറഞ്ഞ യഹൂദികൾ, അള്ളാഹുവിൻ്റെ നബിമാരെ കൊല്ലാൻ മടിയില്ലാതിരുന്നവർ നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉമ്മമാരുടെ നിലവിളികളോ കണ്ണുനീരോ അവരുടെ ഹൃദയത്തിൽ ഒരലിവും നൽകുന്നില്ല. അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം റബ്ബ് അവരെക്കുറിച്ച് പറഞ്ഞതാണ്, ثم قست قلوبكم من بعد ذلك فهي كالحجارة وأشد قسوة, പാറയെപ്പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി, അല്ല അതിനേക്കാൾ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടനാണ്. അവരുടെ പാരമ്പര്യം അതാണ്. അള്ളാഹുവിൻ്റെ നബിമാരെ കൊന്നുകളയുകയും എന്നിട്ട് വൈകുന്നേരം അങ്ങാടിയിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ കച്ചവടം നടത്തുകയും ചെയ്ത ആളുകളാണ്. അപ്പോൾ നോക്കൂ, അങ്ങനെയുള്ള ഉമ്മത്ത് ഈ സാധുക്കളായ നിരാലംബരായ ആളുകൾക്കെതിരിൽ ആയുധമെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ റമദാനിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കും. അതുപോലെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവിനോടല്ലാതെ നമുക്ക് സഹായം തേടാനില്ല. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, അവനോടല്ലാതെ നമുക്ക് അവലാതി പറയാനില്ല. അവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടുക, കണ്ണുനീരൊഴുക്കുക എന്നത് നല്ല അടയാളമാണ്. അവരുടെ പ്രയാസം നിനക്ക് മനസ്സിൽ പ്രയാസമായി മാറേണ്ടതാണ്. അവരുടെ പ്രയാസം നിനക്ക് നിൻ്റെ മനസ്സിലെവിടെയും തട്ടുന്നില്ല എങ്കിൽ നീ അവരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്തെവിടെയും നിർഭയത്വത്തിന് വിഘാതം ഉള്ള രൂപത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വം നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റുമാറാകട്ടെ. അള്ളാഹു അവരുടെ ശത്രുക്കൾക്കെതിരിൽ സഹായം അവർക്ക് നൽകുമാറാകട്ടെ. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في غزة وفي فلسطين وفي كل مكان يا رب العالمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.